കൃഷ്ണ ഗുരുവായൂരപ്പ. ഇന്നലെ നമ്മൾ ഗുരുവായൂർ അമ്പലത്തിലൊന്ന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയിട്ടുള്ള കുറച്ച് വിശേഷങ്ങളും കാഴ്ചകളുമാണ് ഇന്നത്തെ സ്പെഷ്യലായിട്ട്. ഞാൻ ഒറ്റയ്ക്കായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നു, സ്കൂട്ടിയായിട്ട് പോയതാണ്. നമുക്ക് അവിടെ എത്ര പോയാലും മതിയാവില്ല. എനിക്ക് ഇടയ്ക്കൊന്നും പോകണം കേട്ടോ. ഇടയ്ക്ക് അവിടെ പോയിട്ട് ഉള്ളിലൊന്നും കയറി ഞാൻ തൊഴാൻ നിൽക്കാറില്ല, കാരണം തിരക്കാവുക. പിന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പോകണം, കാരണം ഇടയ്ക്ക് ഞങ്ങൾ കയറുള്ളൂ, ഇടയ്ക്ക് കയറില്ല. പുറത്ത് നിന്ന് തൊഴുതിട്ട് ഇതേപോലെ തൊഴുതിട്ട് കൊണ്ട് പോരും, അങ്ങനെയൊക്കെ ചെയ്യാറ്. അന്ന് ഞങ്ങൾ പോയിട്ട് കുറേ സമയം ഞാൻ പുറത്ത് നിന്ന് തൊഴുതിട്ട് കുറേ അവിടെ ഇരിക്കുകയൊക്കെ ചെയ്തിട്ട്. നമുക്കവിടെ ഗുരുവായൂർ അമ്പലത്തിൽ ആ കാറ്റൊക്കെ കൊണ്ടിട്ട് അവിടെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു പുണ്യമാണ്. അപ്പോൾ ഞാൻ അവിടെ കുറേ സമയം ചിലവഴിച്ചിട്ടാണ് വന്നത്. 3 പ്രാവശ്യം അമ്പലം ചുറ്റിട്ടിട്ട് തന്നെ പ്രാർത്ഥിച്ചു എന്നിട്ടാണ് തിരിച്ചു പോകുന്നത്. അപ്പോൾ അവിടെ 3 പ്രാവശ്യം നമ്മൾ ഒറ്റയ്ക്ക് ഞങ്ങൾ പോവല്ലായിരുന്നു. അങ്ങനെ അവിടെയൊക്കെ ഇങ്ങനെ കുറേ നേരം ഇരിക്കും, ഓരോ ഭാഗത്തും കുറച്ച് നേരമൊക്കെ ഇരുന്ന് അങ്ങനെ നമുക്ക് അവിടെ ഇരുന്ന് നാമം ചെല്ലുമ്പോൾ തന്നെ കിട്ടുന്നൊരു സുഖം വേറെ എവിടെ പോയാലും നമുക്ക് കിട്ടില്ല. അങ്ങനെ അപ്പോൾ കുറേ സമയമൊക്കെ അവിടെ ചിലവഴിച്ചിട്ട്. പിന്നെ നമ്മൾ ഗണപതിയുടെ അമ്പലത്തിൻ്റെ ഭാഗമാണ് കേട്ടത്. അവിടെ പോയി ഗണപതിയുടെ അവിടെ പ്രാർത്ഥിച്ചു. പിന്നെ തേങ്ങയൊന്നും ഉടച്ചില്ല കേട്ടോ. പിന്നെ തിരിച്ചു വരുമ്പോൾ കുട്ടികൾ അരങ്ങേറ്റം നടക്കുന്നുണ്ടായിരുന്നു മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ. അപ്പോൾ അതൊന്ന് കുറച്ച് നേരം നോക്കിയിരുന്നു. പിന്നെ അവിടുന്ന് അപ്പുറത്തെ ഭാഗങ്ങളിലേക്കൊക്കെ പോയിട്ട് അവിടെയൊക്കെ കാണാൻ അത്രയും വലിയ നല്ല നല്ല കാഴ്ചകളാണ്. എനിക്ക് ഫുള്ളായിട്ട് അങ്ങനെ കവർ ചെയ്യാനൊന്നും പറ്റിയില്ല, എന്നാലും എനിക്ക് പറ്റാവുന്ന പോലൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അങ്ങനെ കുറേ സമയം ഞാൻ അവിടെയൊക്കെ ഇരുന്നു. ഭാഗത്തൊക്കെ നമുക്ക് എത്ര നേരം വേണമെങ്കിൽ ഇരിക്കാം കേട്ടോ. നാമം ചെല്ലാനായാലും നമുക്കവിടെ ഇരിക്കുക, വെറുതെ ഇരിക്കണമെങ്കിൽ അങ്ങനെയെങ്കിലും ഇരിക്കാതൊന്നും കുഴപ്പമുള്ളതല്ല. അപ്പോൾ അവിടെ ആൾക്കാർ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. അപ്പം ഞാൻ അവിടെ കുറച്ച് നേരമൊക്കെ ഇരുന്നിട്ട് അപ്പുറത്ത് പടിഞ്ഞാറ് നടയിലേക്ക് എത്തിയിട്ടാണ്. അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. അവിടെ പ്രസാദത്തിൻ്റെ അവിടെ സീറ്റ് ആക്കുന്നതിൻ്റെ അവിടെയും പ്രസാദം കിട്ടുന്നതിൻ്റെ അവിടെയൊക്കെ നല്ല ക്യൂ, നല്ല തിരക്കായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ അങ്ങനെ പടിഞ്ഞാറ് നടക്കി തൊഴുത്ത് അങ്ങനെ കുളത്തിൻ്റെ ഭാഗത്തേക്ക് കടന്നു കേട്ടോ. ഏറ്റവും കൂടുതൽ തിരക്കിനെനിക്ക് തോന്നിയത് കിഴക്കേ നടക്കിലേക്കാട്ടിയും കൂടുതൽ തിരക്ക് തോന്നിയത് പടിഞ്ഞാറേ നടക്കിലായിരുന്നു കേട്ടോ. അത് കൂടുതൽ ഈ പ്രസാദത്തിൻ്റെ അവിടെയുള്ള തിരക്ക് തന്നെയായിരുന്നു. പിന്നെ കുളത്തിൻ്റെ അവിടെ പോയിട്ട് കുളത്തിൻ്റെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു കേട്ടോ. നമുക്ക് നല്ലൊരു കാഴ്ചയായിരുന്നു കുളത്തിൻ്റെ ആ ഒരു വീഡിയോസ്. പിന്നെ ഇത് പടിഞ്ഞാറ് നടക്കിൽ ഭഗവാന്റെ ഫോട്ടോ ഇങ്ങനെ പുറത്ത് വെച്ചിട്ടുണ്ട് തൊഴാനൊക്കെ ആയിട്ട്. അപ്പോൾ അവിടെ കുറച്ച് നേരം നിന്ന് തൊഴുതോടെ എല്ലാവരും വന്നിട്ട് നല്ലോണം അവിടെ തിരക്ക് തോന്നുന്നുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. അതിൽ ആ വഴിയാണ് നമ്മൾ ഉള്ളിലേക്ക് കിടക്കുന്നതൊക്കെ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ കുളത്തിൻ്റെ 2-3 ഭാഗങ്ങളിൽ വന്നിട്ട് ഞാൻ വീഡിയോസ് എടുത്തു. അത് കാണാൻ മാത്രമുണ്ട് കേട്ടോ. കുളം എന്തൊരു കണ്ണിന് നല്ല കാഴ്ച നൽകുന്ന, കുളിർമ കിട്ടുന്ന കുറച്ച് ഭാഗങ്ങളാണ് കേട്ടോ. ഗുരുവായൂരിൻ്റെ എല്ലാ ഭാഗങ്ങളും നമുക്ക് അത്രയും കുളിർ തരുന്നതാണ്. അങ്ങനെ ഭഗവാൻ നമുക്ക് അനുഗ്രഹിച്ച് തന്നിട്ടുള്ളൊരു സ്ഥലമാണ്. പിന്നെ അങ്ങനെ ഞാൻ അവിടേക്ക് ഒന്ന് കുറച്ച് അവിടെ പ്രസാദൂട്ടിൻ്റെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ, ക്യൂ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഞാൻ അവിടെ കുറച്ചിടക്ക് നിന്നിട്ട് പിന്നെ അവിടെ നിന്ന് നേരെ കിഴക്കേ നടക്കിലേക്ക് പോയിട്ടാണ്. കിഴക്കേ നടക്കിൽ പോയി ഒന്നും കൂടി ഞാൻ ഒന്ന് തൊഴുതു, കുറച്ച് നേരം അവിടെ ഇരുന്നു. പിന്നെ ഞാൻ പോരേണ്ട കാര്യങ്ങളൊക്കെ നോക്കി തുടങ്ങിയിട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ കൂട്ടുകാരെ. എല്ലാവരും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആരും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി എന്തെങ്കിലും പുതിയതുപോലത്തെ വെറൈറ്റി വീഡിയോ ആയിട്ട് അടുത്തതിൽ കാണാം. അപ്പോൾ ഓക്കെ, താങ്ക് യു ഡിയേഴ്സ്.